Hi, welcome back. It's me from Tanzira Ritseju. Today I would like to discuss about some most important and expected questions from Advanced Accounting for the third semester BCOM 2019 admission as well as the earlier admission of 2014. 2014-19 admission compare ചെയ്യുമ്പോൾ 2014 admission മുമ്പേ ഉള്ള സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് ഇത് കൂടാണ്ട് ഇതിൽ രണ്ട് ചാപ്റ്റേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതായത് സെൽഫ് ബാലൻസിങ് ആൻഡ് സെക്ഷണൽ ബാലൻസിങ് അറ്റ് ദ സെയിം ടൈം ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന രണ്ട് മൊഡ്യൂൾ. അപ്പോൾ ആ രണ്ട് മൊഡ്യൂൾ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ 2014 അഡ്മിഷനിലുള്ള കുട്ടികൾക്ക് ഉള്ള അത് ഒരു 80% ഉള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അറ്റ് ദ സെയിം ടൈം 2019 അഡ്മിഷനുള്ള പുതിയ കുട്ടികൾക്കുള്ള മുഴുവനായിട്ടുള്ള എല്ലാ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് കുട്ടികളും അറ്റ് ദ സെയിം ടൈം റെഗുലർ കുട്ടികളും ഇതിൻ്റെ എൻഡ് വരെ വാച്ച് ചെയ്യുക, ലിസൺ ചെയ്യുക, ഓഡിയോ കേൾക്കുക. ആൻസേഴ്സ് എഴുതി ഞാനിവിടെ വെക്കുന്നില്ല, പറ്റുന്നതൊക്കെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോയിക്കോളാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോയൽറ്റി അക്കൗണ്ട് ഇസ് എ ഡാഷ് അക്കൗണ്ട്. റോയൽറ്റി അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷോർട്ട് വർക്കിംഗ്? ഷോർട്ട് വർക്കിംഗ് മീൻസ് എക്സസ് ഓഫ് മിനിമം റെൻറ്റ് ഓവർ royalty. Difference between minimum rent with the royalty, that is short working is equal to minimum rent minus royalty. The next third question, what is royalty and what is dead rent? Dead rent is otherwise known as minimum rent. Then royalty is the periodical payment given by the lessee to the lessor for the use of certain property or right. The person who makes the payment is called the lessee and to whom it is paid is called the lessor. അതായത് ലെസറിൻ്റെ ഒരു പ്രോപ്പർട്ടി റൈറ്റ് ലെസ്സി യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കൊടുക്കുന്ന ഒരു പീരിയഡിക്കൽ സമ്മാണ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ്? അതായത് ഷോർട്ട് വർക്കിംഗ് നേരത്തെ പറഞ്ഞു ഇറ്റ് ഇസ് ദ എക്സസ് ഓഫ് മിനിമം റെൻറ്റ് ഓവർ റോയൽറ്റി ആണ്. അപ്പോൾ അങ്ങനെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടായാൽ അത് എങ്ങനെയാണ് റീകൂപ്പ് ചെയ്യുക? മെയിനായിട്ട് രണ്ട് രീതിയിലാണ് റീകൂപ്പ് ചെയ്യുക. അത് നമ്മൾ പ്രോബ്ലംസ് സൈഡിലാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, ഫിക്സഡ് റേറ്റ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ് മെത്തേഡും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് മെത്തേഡിലെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ തരംതിരിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റോയൽറ്റി ടേബിൾ വരച്ചാൽ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഫിക്സഡ് റെൻ്റ് ആണെന്ന് സൂചിപ്പിക്കാനുള്ള ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഫോർ ദ ഫസ്റ്റ് 4 years, ഫോർ ദ ഫസ്റ്റ് 3 years, അല്ലെങ്കിൽ ഫോർ ദ ഫസ്റ്റ് 2 years എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ടൈം പീരീഡ് അതിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഫിക്സഡ് റേറ്റ് ഫോളോ ചെയ്യുന്ന തരം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫിക്സഡ് റേറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിംഗ് ഇയർ മുതൽ എത്ര ഇയർ ആണോ പറഞ്ഞത്, ഇപ്പോൾ ഫസ്റ്റ് 3 year ആണെങ്കിൽ ആ 3 yearൻ്റെ ഉള്ളിൽ തന്നെ ആ ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യണം. ഇനി 3 yearന് ശേഷം നമുക്ക് പിന്നെ റീകൂപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അപ് ടു ദ പീരീഡ് മാത്രമേ റീകൂപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇൻ കേസ് 3 year കഴിഞ്ഞിട്ടും റീകൂപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് പറ്റുന്നില്ല എങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യാറ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ആണോ ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ് ആണ് തരംതിരിക്കാനുള്ള ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഫോർ ദ നെക്സ്റ്റ് 3 years, ഫോർ ദ കമ്മിങ് 3 years, ഫോർ ദ ഫോളോയിങ് 3 years, അല്ലെങ്കിൽ ഫോർ ദ സബ്സീക്വൻറ്റ് 3 years പോലെയുള്ള സെൻറ്റൻസ് ഉണ്ടാവും. അങ്ങനെ ക്വസ്റ്റ്യനിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാണെങ്കിൽ അത് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ഫോളോസ് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ് മെത്തേഡ് ഓഫ് റീകൂപ്പിംഗ് ദ ഷോർട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ തരംതിരിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 വർഷമാണ് ഷോർട്ട് വർക്കിംഗ് ഉള്ളതെങ്കിൽ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഇയറിലെ സർപ്ലസ് കൊണ്ടാണ് നമ്മൾ റീകൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 2 വർഷത്തെ ഷോർട്ട് വർക്കിംഗ് നമ്മൾ ആഡ് ബാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. നേരെ മറിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഓരോ ഇയർ വൈസ് എടുത്തിട്ടാണ് ചെയ്യുക, അത് ആഡ് ബാക്ക് ചെയ്യാണ്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യുന്ന മെത്തേഡ്. ദെൻ നെക്സ്റ്റ്, ഷോർട്ട് വർക്കിംഗ് ഈസ് ഷോൺ ഓൺ വിച്ച് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്? ഇഫ് ദ ഷോർട്ട് വർക്കിംഗ് ഈസ് recouped, it will be shown on the asset side of the balance sheet. The next question, problem based on royalty table when there is a strike or lockout, on when there is not strike. Strike ആണെങ്കിലും അല്ലെങ്കിലും റോയൽറ്റി ടേബിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, അതുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടും ഷുവർ ആണ്. The next question, what is down payment and what is hire purchase price? Down payment means is the initial payment given by the hire purchaser to the hire vendor. അതായത് ഹയർ വെണ്ടർ ഹയർ പർച്ചേസർക്ക് പ്രോപ്പർട്ടി അസറ്റ് യൂസ് ചെയ്യുന്നതിന് ഫലമായിട്ട് അത് വാങ്ങിക്കുന്ന സമയത്ത് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ഇനീഷ്യൽ പ്രൈസാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടോട്ടൽ എമൗണ്ട് ഗിവൺ ബൈ ദ ഹയർ പർച്ചേസർ ടു ദ ഹയർ വെണ്ടർ. ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും കൂടിയുണ്ട്. ഇത് രണ്ടും കൂടിയും ടോട്ടൽ ചെയ്തൊരു എമൗണ്ട് ആണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്? ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്
എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡാണ്. അപ്പോൾ ഹിയർ അസറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഫുൾ ക്യാഷ് പ്രൈസ് ആൻഡ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഫോർ ഓൾ ദി ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട്. അതായത് നമ്മൾ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിന് മേലെയുള്ള ഇൻട്രസ്റ്റ് മൊത്തത്തിൽ ടോട്ടൽ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, ദെൻ ഹയർ വെൻഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് റീപൊസഷൻ. ഇപ്പോൾ റീപൊസഷൻ എന്ന കേസിൽ ഹയർ പർച്ചേസിൻ്റെ കേസിൽ ഇപ്പോൾ ഹയർ പർച്ചേസർ ഹയർ വെൻഡർ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു, ദെൻ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പീരീഡിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ ഹയർ പർച്ചേസറുടെ കയ്യിൽ പണമില്ലാതെ വരിക, അല്ലെങ്കിൽ അയാൾ ഡിഫോൾട്ട് വരുത്തുക. ഇഫ് ദ ഹയർ പർച്ചേസർ മേക്സ് ഡിഫോൾട്ട് ഇൻ പേയിങ് ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ടു ദ ഹയർ വെൻഡർ, ഇൻ ദാറ്റ് സിറ്റുവേഷൻ ദ ഹയർ വെൻഡർ മേ ടേക്ക് ബാക്ക് ദ ഗുഡ്സ് ഫ്രം ദ ഹയർ പർച്ചേസർ. സച്ച് പ്രോസസ് ഈസ് നോൺ ആസ് റീപൊസഷൻ. അപ്പോൾ അങ്ങനെയുള്ള റീപൊസഷൻ മെയിനായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഫുൾ റീപൊസഷൻ ചെയ്യാം, ആസ് വെൽ ആസ് പാർഷ്യൽ റീപൊസഷൻ ചെയ്യാം. ഫുൾ റീപൊസഷൻ ആകുന്ന സമയത്ത് അത് കംപ്ലീറ്റ് അസറ്റ് ടേക്കൺ ബാക്ക് ചെയ്ത് കൊണ്ടുപോകും. ദെൻ പാർഷ്യൽ റീപൊസിഷൻ ആകുന്ന സമയത്ത് എന്ത് മാത്രമേ ചെയ്യുള്ളൂ, കുറച്ച് അസറ്റ് മാത്രം ഹയർ വെൻഡർ പിന്നെ അവിടെ വെച്ചിട്ട് ഹയർ പർച്ചേസർ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടും ബാക്കി കുറച്ച് അസറ്റ് ഹയർ വെൻഡർ ഇപ്പം 4 ട്രക്കാണ് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സപ്പോസ് 2 ട്രക്ക് ഹയർ വെൻഡർ കൊണ്ടുപോകും, 2 ട്രക്ക് ഹയർ പർച്ചേസറുടെ കയ്യിൽ വെക്കും. അതാണ് പാർഷ്യൽ റീപൊസിഷൻ. അപ്പോൾ പാർഷ്യൽ റീപൊസിഷൻ്റെ കേസിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത് ഹയർ പർച്ചേസിൻ്റെ കേസിൽ ഈ പാർഷ്യൽ റീപൊസിഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് SC ആയിട്ടും ചോദിക്കാം, 3 മാർക്സ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ പ്രോബ്ലം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. എല്ലാവർക്കും അറിയുന്നതാണ് ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് ഓഫ് ഹയർ ആണ്, വേറാസ് ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് എൻ എഗ്രിമെൻറ്റ് ഓഫ് സെയിലാണ്. പിന്നെ ഹയർ പർച്ചേസിൽ ദ ബയർ ക്യാൻ ഗെറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ്, പൊസിഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴാണോ സാധനം വാങ്ങിക്കുന്നത് അപ്പം തന്നെ, അല്ലെങ്കിൽ എപ്പോഴാണോ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നത് അപ്പം തന്നെ ബയർ എന്ന് പറയുന്ന ആൾക്ക് ഓണർഷിപ്പും പൊസിഷനും രണ്ടും കൂടി കിട്ടും. പിന്നെ ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസിലാണെങ്കിൽ ഇഫ് ദ ബയർ ഫെയിൽസ് ടു മേക്ക് ഡിഫോൾട്ട് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ദ സെല്ലർ ക്യാൻ റീപൊസസ് ദ ഗുഡ്സ്, ദ ഹയർ വെൻഡർ ക്യാൻ റീപൊസസ് ദ ഗുഡ്സ്. വേറെ ഇൻ ദ കേസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിൽ അങ്ങനെ റീപൊസസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. എന്ത് മാത്രമേ റൈറ്റ് ഉള്ളൂ, എത്ര എമൗണ്ട് ആണോ ഡ്യൂ ആയിട്ടുള്ളത് ബയറുടെ കയ്യിൽ നിന്നും ആ എമൗണ്ട് കിട്ടാനുള്ള സ്യൂ ചെയ്യാൻ മാത്രമേ റൈറ്റ് ഉള്ളൂ. പിന്നെ വേറൊരു കേസാണെങ്കിൽ ഗുഡ്സ് സോൾഡ് ക്യാൻ ബി റിട്ടേൺ ബൈ ദ ബയർ. ഹയർ പർച്ചേസിൻ്റെ കേസിലാണെങ്കിൽ ബയർ യൂസ് ചെയ്തതിനെല്ലാം ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. വേറെ ഇൻസ്റ്റാൾമെൻറ്റ് കേസിലാണെങ്കിൽ ഗുഡ്സ് വൺ സോൾഡ് കനോട്ട് ബി റിട്ടേൺ ബൈ ദ ബയർ. പിന്നെ റിസ്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹയർ പർച്ചേസിൻ്റെ കേസിൽ റിസ്ക് വളരെ കുറവാണ്, പക്ഷേ പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് കേസിൽ റിസ്ക് കുറച്ച് കൂടുതലാണ്. അതാണ് ഡിഫറൻസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് ഡിഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, പാർഷ്യൽ റീപൊസിഷൻ, ഫുൾ റീപൊസിഷൻ എക്സെട്ര. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അക്കൗണ്ട്സ് ഓഫ് ഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് മീൻസ് ഹെഡ് ഓഫീസിൻ്റെ പ്യുവർ കൺട്രോളിൽ ചെയ്യുന്ന ബ്രാഞ്ചാണ് ഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. This branches is worked under the strict rules and regulations from the head office, and the head office maintain all the accounts of the branches. Branches in the account maintain the head office ആണ്. At the same time the branch work ചെയ്യുന്നത് ഹെഡ് ഓഫീസ് അയച്ചു കൊടുത്ത ക്യാഷ് കൊണ്ടും ഗുഡ്സ് കൊണ്ടും ആണ്. അപ്പോൾ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഫീച്ചറും. ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഹെഡ് ഓഫീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസാണ് ബ്രാഞ്ചിന് വർക്ക് ചെയ്യാനുള്ള ക്യാഷും ഗുഡ്സും എല്ലാം അയച്ചു കൊടുക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്നുണ്ട്, അതനുസരിച്ചാണ് ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ കേസിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആയാലും ഗുഡ്സ് റിട്ടേൺ ബൈ ദ ബ്രാഞ്ച് ആയാലും അറ്റ് ദ സെയിം ടൈം പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സിൻ്റെ ആയാലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സിൻ്റെ ആയാലും പിന്നെ ഡിഫക്റ്റീവ് ഗുഡ്സിൻ്റെ ആയാലും ഇതിൻ്റെയൊക്കെ മേലെയുള്ള ലോഡ് നമുക്ക് റിമൂവ് ചെയ്യണം. അതായത് ഇൻവോയ്സ് പ്രൈസിലാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും രണ്ടും കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റിൻ്റെ എലമെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ പ്രോഫിറ്റിനെ ലോഡ് എന്നാണ് പറയുക. ആ ലോഡിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ആ ലോഡിനെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സിൻസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ദിസ് അക്കൗണ്ട് ഈസ് പ്യൂർലി മെൻ ഫോർ റെക്കോർഡിംഗ് ദ പിന്നെ ടു റെക്കോർഡ് ദ ലോഡ് ഇൻ ദ ഗുഡ്സ് റിട്ടേൺഡ്, ഗുഡ്സ് പർച്ചേസ്ഡ് അറ്റ് ദ സെയിം ടൈം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിനാൽ നമുക്ക് കിട്ടുന്ന
ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോഡൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ ട്രാൻസാക്ഷൻസൊക്കെ പോസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ബ്രാഞ്ചിന് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്നാണ് ഉത്തരമാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. ഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഹെഡ് ഓഫീസിൻ്റെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. ഹെഡ് ഓഫീസ് പൈസ അയച്ചൊന്നും കൊടുക്കുന്നില്ല. ബ്രാഞ്ച് തന്നെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ എഴുതാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ബേസ്ഡ് ഓൺ ബ്രാഞ്ച് അക്കൗണ്ട് അണ്ടർ ഡെറ്റേഴ്സ് മെത്തേഡ് ആൻഡ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ്. അപ്പോൾ പ്രോബ്ലം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഡെറ്റർ സിസ്റ്റം പ്രകാരം സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം പ്രകാരം 2 രീതിയിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസും ഉണ്ട്, ഇൻവോയ്സ് പ്രൈസും ഉണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആകുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് അസറ്റിൻ്റെതും അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെതും ഓപ്പണിംഗ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നത്, ക്ലോസിംഗ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നത്, ക്ലോസിംഗ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രാഞ്ചിനുള്ള ക്യാഷ് ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കുന്നത്, അറ്റ് ദ സെയിം ടൈം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് അയച്ചു കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ആകുമ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത 5-8 എൻട്രി കൂടാണ്ട് എക്സ്ട്രാ 4 എൻട്രീസും കൂടി നമ്മൾ ഇൻവോയ്സ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യും. അതെന്ന് വെച്ചാൽ ഈ ലോഡിനെ റിമൂവ് ചെയ്യാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലോഡിനെ റിമൂവ് ചെയ്യാനാണ്. അപ്പോൾ ഈ ലോഡിനെ റിമൂവ് ചെയ്യുന്ന എക്സ്ട്രാ 4 എൻട്രീസും കൂടി കൂടുമ്പോഴാണ് അത് ഇൻവോയ്സ് പ്രൈസിലേക്ക് മാറുന്നത്. പിന്നെ ലോഡിനെ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലാണോ നമ്മൾ അതിൻ്റെ പ്യുവർ അവസ്ഥയിൽ എഴുതിയത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതാം. പിന്നെ അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് നമ്മൾ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ലോഡ് റിമൂവ് ചെയ്യണമെങ്കിൽ സെയിം അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ചെയ്യുക. അതുപോലെ ക്രെഡിറ്റിലുള്ള ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് നമ്മൾ ഡെബിറ്റിൽ ലോഡ് റിമൂവ് ചെയ്യുക. ക്രെഡിറ്റിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഡെബിറ്റിൽ ലോഡ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ദെൻ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്. എൻ്റെ ഈ അപ്ലോഡിങ് പെൻഡിങ് ആകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് പോകുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ഇസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ വിച്ച് ഡസ് നോട്ട് ഫോളോ ദ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാത്ത തരം ഇതാണ് സിംഗിൾ എൻട്രി. അതുകൊണ്ട് തന്നെ ഇത് ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്, അൺസയൻറ്റിഫിക് മെത്തേഡ് ഓഫ് റെക്കോർഡാണ്. അപ്പോൾ ഈ അതാണ് സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡിഫക്ട്സ് ആയിട്ടും പറയാനുള്ളത് അത് തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, അൺസയൻറ്റിഫിക് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ട്. പിന്നെ ഇവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യൂല, അത് വേറൊരു ഫീച്ചറാണ്, ഡിമെറിറ്റ്സ് ആണ്. പിന്നെ ഇറ്റ് ഡസ് നോട്ട് കീപ്പ് റെക്കോർഡ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അത് വേറൊരു ഡിഫക്ട്സ് ആണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലിമിറ്റഡ് കമ്പനി. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് acceptable to the income tax authorities. Why so? Because it does not follow double entry principles. Then next it is very difficult to locate the errors since it does not follow the double entry system. So these are some of the demerits of single entry system. Very important. എന്തായാലും പഠിച്ചിരിക്കണം. ഈ വീഡിയോ എൻ്റെ വരെ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്തിരിക്കണം. അങ്ങനെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർലി എന്തായാലും നിങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പേടിപ്പെടുത്തുന്നതുമായൊരു അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് സുഖമായിട്ട് പാസ് ചെയ്യാൻ പറ്റും. അതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. ഞാൻ അതിൻ്റെ ഡിമെറിറ്റ്സ് പറയുമ്പോൾ തന്നെ ഏകദേശം പറഞ്ഞു. സിംഗിൾ എൻട്രി ആകുമ്പോൾ പിന്നെ അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്. ഡബിൾ എൻട്രി ആകുമ്പോൾ സിസ്റ്റമാറ്റിക് ആണ്. സിംഗിൾ എൻട്രിയിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യില്ല, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യും. പിന്നെ സിംഗിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യില്ല, ഡബിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. സിംഗിൾ എൻട്രിയിൽ കിട്ടുന്ന നമ്മൾ സിംഗിൾ എൻട്രിയിൽ എല്ലാ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യില്ല, ഡബിൾ എൻട്രിയിൽ നമ്മൾ എല്ലാ അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം എല്ലാ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ ലിമിറ്റഡ് കമ്പനീൻ്റെ കേസിൽ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡബിൾ എൻട്രി സിസ്റ്റം മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ സിംഗിൾ എൻട്രി പറ്റില്ല. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാര്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഡോക്യുമെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് 1 മാർക്കിന് നിങ്ങൾ പഠിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പം പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതൊന്ന് നിങ്ങൾ നോക്കി പഠിച്ചോളാം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ബേസ്ഡ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രകാരം നമ്മൾ നേരത്തെ നമ്മൾ
പറഞ്ഞു അത് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ഡിഫെക്ട്സ് ഡിമെറിറ്റ്സ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം അതിൽ വരുന്ന പ്രോബ്ലം, അതായത് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കണം, ഓപ്പണിംഗ് ക്ലോസിങ്, ഇപ്പോൾ ഏതൊക്കെയാണ് മിസ്സിംഗ് ഫിഗർ, അതിനനുസരിച്ച് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ വാട്ട് ഈസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ടൈപ്പ് ഈ ക്വസ്റ്റ്യന് 2014 അഡ്മിഷൻ ഉള്ളവർക്ക് ഈ മൊഡ്യൂളില്ല, കൺസൈൻമെൻറ്റിൻ്റെ മൊഡ്യൂളില്ല. അതിന് പകരമാണ് 2014 അഡ്മിഷൻ ഉള്ളവർക്ക് 2 മൊഡ്യൂൾ വേറെ വരുന്നത്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ദ പൊസിഷൻ ട്രാൻസ്ഫേഴ്സ് ഫ്രം വൺ പാർട്ടി ടു അനദർ, അതായത് കൺസൈനറുടെ കയ്യിൽ നിന്ന് കൺസൈനറുടെ കയ്യിലേക്ക് പൊസിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൈനറാണ് എല്ലാ റിസ്കിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. കാരണം ആ ഗുഡ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത് കൺസൈനറാണ്. കൺസൈനർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ റിസ്ക് ആൻഡ് ഡാമേജസ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസൈൻമെൻറ്റ്. ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ബയർ ആൻഡ് സെല്ലർ എന്ന ബന്ധത്തിലല്ല, ഇവർ രണ്ടാളും തമ്മിൽ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് എന്ന് പറയുന്ന റിലേഷനാണ്. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ദ ഗുഡ്സ്, ആ ഗുഡ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അത് മുഴുവനായിട്ടും കൺസൈനർക്ക് ഉള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസൈനി പിന്നെ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ അക്കൗണ്ട് സെയിൽസ് പിന്നെ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ എന്തൊക്കെയാണ് എക്സ്പെൻസസ്, എന്തൊക്കെയാണ് പിന്നെ നമുക്ക് എക്സംഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, എത്രയ്ക്ക് എമൗണ്ട് ഒക്കെ ചിലവായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ ഇതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ആ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പെർഫോമ ഇൻവോയ്സ് ആൻഡ് വാട്ട് ഈസ് അക്കൗണ്ട് സെയിൽ. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ പെർഫോമ ഇൻവോയ്സും അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ഇൻ കൺസൈൻമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് സെൻഡ് ഓൺ ദ കൺസൈൻമെൻറ്റ് ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ദോസ് ഗുഡ്സ് സോൾഡ് ബൈ ദ കൺസൈനി. അതായത് ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്, അത് കൺസൈൻമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ആണ്. അതിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര യൂണിറ്റ് ഗുഡ്സ് സെയിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ദെൻ അതിൻ്റെ പ്രൈസ് എത്രയൊക്കെയാണ് എന്നുള്ള ഒരു ഡോക്യുമെൻ്റാണിത്. ഇത് ആരായിരിക്കും അയച്ചു കൊടുക്കുന്നതാണ്? ഇത് സെൻഡ് ബൈ ദ ഗുഡ്സ് സോൾഡ് ബൈ ദ കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പിന്നെ പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന വേറെ ഡോക്യുമെൻ്റാണ് അക്കൗണ്ട് സെയിൽസ്. വാട്ട് ഈസ് അക്കൗണ്ട് സെയിൽസ് ഫോർ 1 മാർക്ക്. അപ്പോൾ അക്കൗണ്ട് സെയിൽസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് റിലേറ്റിംഗ് ടു ദ കൺസൈൻമെൻറ്റ് പ്രിപ്പയർഡ് പീരിയോഡിക്കലി ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ കൺസൈനർ. കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്നതാണ് കൺസൈനി. അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഇത് കൺസൈനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് ആണ്. അതിൽ നമ്മൾ മെൻഷൻ ചെയ്ത ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ particulars regarding the consignment and it is sent to the consignor by the consignee. So these are the important 2 documents in the consignment, performa invoice and account sales. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള തിയറിയും പ്രോബ്ലവുമായ ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു ആർ എൻജോയിങ് ദ മൈ വീഡിയോ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമായിട്ടൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഈ വീഡിയോൻ്റെ എൻഡ് വരെ നിങ്ങൾ പ്ലേ ചെയ്ത് കാണുന്നാൽ മാത്രമേ എൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് എന്തായാലും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സഹകരണം എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുവരെ തന്ന സഹകരണത്തിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വൺസ് അഗെയിൻ.